ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് തന്നെയായിരിക്കും ഇത്. ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 1:15-നാണ്. അപ്പോൾ അമ്മയും അച്ഛനും അമ്പാടിയും ഒക്കെ കിടന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടും പറക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലിവിങ് റൂം ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. കാരണം പിന്നെ നമ്മൾ പോയിട്ട് മാത്രമല്ല നാളെ ഇനി സമയമില്ല. പിന്നെ പോയിട്ട് വന്ന് ഇങ്ങനൊരു അലമ്പും കൂടെ കാണുമ്പോഴത്തേക്ക് തല ഫുള്ള് ഭ്രാന്ത് പിടിക്കും. അപ്പം ഞാൻ ലിവിങ് റൂം ഒന്ന് വൃത്തിയാക്കാൻ നേരത്തെ. സോ വെൽക്കം ടു ദ വീഡിയോ. ഇപ്പോൾ സമയം 2:15. നമുക്ക് പോയി കിടക്കാം. ഇനി ബാക്കി വിഷ്വൽസ് നാളെ കാണിക്കാൻ കേട്ടോ. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, ഞാൻ എണീറ്റു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അമ്മ ചായ ഇടുന്നുണ്ട്. അമ്മ ഇത് ഒന്നിട്ട് പറഞ്ഞേ, അത് ഇഞ്ചി മുപ്പിക്കാണ്. ആഹാ, കണ്ടിട്ട് കോൺഫ്ലെക്സ് പോലെ ഉണ്ട്. ആ, അതേ രൂപം. ആഹാ, മുട്ടയും ഉണ്ടോ? സോ ഗായ്സ്, നമുക്ക് ഓരോന്നായി ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. നമുക്ക് ഉടുപ്പ് കഴുകണം. ആദ്യം ഞാൻ റൂം ഒന്ന് ഉടുപ്പ് കഴുകണോ ആദ്യം റൂം വൃത്തിയാക്കണോ? ഉടുപ്പ് ചെയ്താൽ പെട്ടെന്നൊന്ന് കഴുകാം. കാരണം 12 മണിക്ക് നല്ല വെയിലുണ്ട്. വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേഗം പോയി ഉടുപ്പ് കഴുകിയിട്ട് വരാം. ഈ തുണി കളർ ഇളകുന്നതാണ്. സോ നമുക്ക് പോയി കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടു. അതൊന്ന് വെള്ളം തോന്നിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി വിരിച്ചിടാം. അത് കഴിഞ്ഞിട്ട് 12 മണിയാവുന്നതിന് മുമ്പ് നമുക്ക് വിരിച്ചിടണം. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ റൂം വൃത്തിയാക്കണം. തൂത്തൊക്കെ ഞാൻ ഇട്ടേക്കാം, പക്ഷെ ഒന്നുകൂടെ തൂക്കണം. വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പറക്കി എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ബുക്ക് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അതായിട്ട് അമ്മയുടെ റൂമും കൂടെ വൃത്തിയാക്കണം. ഇത്രയാണ് ഞാൻ ലഗേജിലല്ല ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ്. കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്. നമുക്കിനി ഓരോന്ന് വീതം പറക്കി വെക്കാം. ഫസ്റ്റ് എൻ്റെ പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കണ്ണാടി. ഓക്കെ, എന്നിട്ട് ഇത് സെറ്റ് പണിനകത്ത് വെച്ചേക്കാം. ഇത് ഫ്ലാഷുകളാണ്. ഫ്ലാഷ് വെച്ചു. ഇത് ഗോൾഡും കമ്മലും അത് വെച്ചു. ലിപ്സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇത് കൈ തേക്കുന്ന ലോഷൻ, ജീപ്പ്, ഇയർഫോൺ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഫോണ് അതിവിടെ ഇരിക്കട്ടെ. ഇത്രയാണ് ഈ ബാഗിനകത്തുള്ളത്. ഇനി ഈ ഫോണ് കയറി ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്ന ഫോണാണ്. വേറെ ഫോണുകൾ കയറി. പിന്നെ പവർ ബാങ്ക് വെക്കണം. ഇതിലേക്ക് വെയിറ്റ് ആവുമോ ഒക്കെ നമുക്ക്. ഇനി ഇതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. തുണി പോയി വിരിച്ചിടണം. ഞാൻ വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒരുമാതിരി എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ ലഗേജ് കൊടുത്തിടാനും കൂടെ എല്ലാം ഒരുമിച്ചൊരു ബാഗിനകത്താക്കാം. കാരണം അമ്മയും അച്ഛനും ഇതെടുത്തിട്ട് പല പെട്ടിക്കകത്താക്കി വെക്കും. സോ
അപ്പോൾ ഇതിനകത്താണ് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചില്ലായിരുന്നു ഒരു ചെറിയൊരു പൗച്ചിനകത്ത്. അപ്പോൾ ചീപ്പും അത്യാവശ്യ കാര്യങ്ങളും സോപ്പും ഒക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. ബ്രഷും കൂടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൂം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഈ തുണികളുടെ ലോട്ട് കിടക്കണം. അത് കഴിഞ്ഞിട്ട് സോ ഞാൻ അങ്ങോട്ടൊന്ന് ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ ഗൈസ് പെട്ടികൾ. അമ്മ ഇതിനകത്ത് സാധനം വെച്ചോ? അപ്പം അമ്മ ഇതിനകത്ത് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. തുടച്ചും വെച്ചിട്ടുണ്ട്. ഓ നൈസ്. ഇതെന്ത് സാധന? ഹൽവയോ? ഓ ഇന്ത്യക്കറി ഗൈസ്. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതിൻ്റെ ആയിരുന്നു ഇത്? ഇന്നലെ ഞാൻ ലുലു പോയതിൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കൂട്ടത്തിന് ആടും ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലുലുവിലോട്ടൊന്ന് പോകണം. നാളെ കഴിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ സോക്സ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ അത് മേടിക്കണം. അപ്പോൾ അതേ തലയൊക്കെ കുളിച്ചിട്ട് നമുക്ക് ലുലു പോയിട്ട് വരാം. പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. നിറച്ച് പിള്ളേരും ഉണ്ട് കേട്ടോ ഇവിടെ. ക്രോസോണ്ട് എടുക്കാം. എനിക്കും ഒന്ന് കുഞ്ഞിനും. അടിപൊളി. അല്ലേ ധരിക്കണം. ഇപ്പം സാധനമൊക്കെ മേടിച്ചു. ഇപ്പം സമയം 6:45. നേരെ ഇരുട്ടി കേട്ടോ. അപ്പോൾ ഗായ്സ് നമുക്കിനി തുണി മടക്കി വെക്കണം.